എന്തിനാ പേടിക്കേണ്ടത്? സോഷ്യൽ മീഡിയയിലെ ചർച്ചകളോ വേറെന്തെങ്കിലും വീഡിയോസോ കണ്ടിട്ട് പേടിക്കാനുള്ളവരല്ല നമ്മൾ. ഒരു പരീക്ഷണം നമുക്ക് ലഭിക്കുന്നതിൻ്റെ ലക്ഷ്യങ്ങൾ അറിയാൻ വേണ്ടി മാത്രം ഇമാം റാസി റളിയല്ലാഹു അൻഹു ദീർഘമായി ചർച്ച ചെയ്യുന്നുണ്ട്. ഒന്നിക്കിൽ നമ്മളെ ദോഷം പൊറുക്കാൻ, അല്ലെങ്കിൽ നമ്മളെ ഒന്ന് ദർജ വർദ്ധിക്കാൻ. ഉദാഹരണത്തിന്, ഒരു വഴിയിലൂടെ നടന്നു പോകുമ്പോൾ മൂസാ നബി അലൈഹി സ്വലാം ഒരാളെ കണ്ടു. അയാളുടെ ശരീരത്തിൻ്റെ പല അവയവങ്ങൾക്ക് രോഗം വന്നിട്ടുണ്ട്. മൂസാ നബി അലൈഹി സ്വലാം അള്ളാഹിൻ്റെ അടുത്ത് ചോദിച്ചു, അയാൾ നിനക്ക് നന്നായി ഇബാദത്ത് ചെയ്യുന്ന ആളല്ലേ? അതെ. പിന്നെന്താ നീ ഇത്രമാത്രം പരീക്ഷിച്ചേക്കണത്? ധാരാളം പ്രയാസങ്ങളുണ്ടല്ലോ. മൂസാ നബി അലൈഹി സ്വലാമിനോട് അള്ളാഹ് പറഞ്ഞെന്താ അറിയോ? പറഞ്ഞൊക്കെ ശരി തന്നെയാണ്, പക്ഷേ അയാൾ സ്വർഗത്തിലെ വലിയ സ്ഥാനം, ദർജ എന്നോട് ചോദിച്ചു. അതിന് മാത്രം മൂപ്പർക്ക് ഒന്നുമില്ല കാര്യമായിട്ട്. അപ്പോൾ പിന്നെ ആ ചോദിച്ചത് ഏതായാലും കൊടുക്കണമല്ലോ, പാവല്ലേ. അപ്പം പിന്നെ വലിയ സ്ഥാനം കൊടുക്കാൻ ഞാൻ മരണത്തിൻ്റെ തൊട്ടുമുമ്പുള്ള കുറച്ച് ദിവസം ഒരു അസുഖം കൊടുത്തത്, അതൊന്ന് ക്ഷമിച്ചിട്ട് മൂപ്പര് അതിലേക്ക് എത്തും. അപ്പം പിന്നെ നമുക്ക് ആ സ്ഥാനം കൊടുക്കുന്നതിന് പ്രശ്നമാണ്. അങ്ങനെ കടകൾ ഒരു ദിവസം പനി ബാധിച്ചാൽ ഒരു കൊല്ലത്തെ ദോഷം പൊറുക്കുന്ന മതം നമ്മുടെ മതം. കാലിന് മുള്ളു തറച്ചാൽ ക്യാൻസറും ട്യൂമറും വരണമെന്നൊന്നുമില്ല. നമുക്ക് കുടുംബത്തെ ഓർത്തിട്ട് ചെറിയൊരു ടെൻഷൻ, നാളെയാണല്ലോ ഭാര്യൻ്റെ ഓപ്പറേഷൻ, എന്ത് ചെയ്യറുമ്പേ ഇത്ര ക്യാഷോ ഉണ്ടല്ലോ, മക്കൾ സ്കൂൾ തുറക്കലായല്ലോ, യൂണിഫോമും ഇൻസ്ട്രുമെൻറ്റ് ബോക്സും ടിഫിനും എല്ലാം പാടാകുമ്പോൾ അത്യാവശ്യം ചിലവുണ്ടല്ലോ, എന്ത് ചെയ്യും? അങ്ങനെ മനസ്സിൽ ടെൻഷനാകുമ്പോൾ പൊറുക്കുന്ന ദോഷങ്ങളുണ്ട് ഇസ്ലാമിൽ. മൂമിൻ അനങ്ങിയ കൂലി, മൂമിനായി കൊടുത്താൽ മതി, വേറൊന്നും വേണ്ട. മുഅ്മിൻ അനങ്ങിയ കൂലി അജബല്ലി അംരിൽ